സ്വന്തം ആശയങ്ങൾ ഇല്ലാതാകുമ്പോൾ മറ്റുള്ളവരുടെ പൈതൃകവും വിശ്വാസവും അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നത് ചരിത്രത്തിൽ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. എന്നാൽ ലോകത്തിലെ ഏറ്റവും പ്രാചീനമായ സനാതന ധർമ്മത്തിന്റെ അടിവേരുകൾ തോണ്ടാനും ഹൈന്ദവ ദൈവങ്ങളെ ഹൈജാക്ക് ചെയ്യാനും ചിലർ ഇറങ്ങിത്തിരിച്ചാൽ ഹിന്ദു സമൂഹം അത് കൈയും കെട്ടി നോക്കി നിൽക്കില്ല. കോടിക്കണക്കിന് ഹിന്ദുക്കൾ ആരാധിക്കുന്ന സാക്ഷാൽ മുരുകൻ യേശുക്രിസ്തുവാണെന്ന തികച്ചും അസംബന്ധമായ ഒരു വാദവുമായി തമിഴ്നാട്ടിൽ പുറത്തിറങ്ങിയ ഒരു പുതിയ പുസ്തകമാണ് ഇപ്പോൾ വലിയൊരു വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത്. സാംസ്കാരിക അധിനിവേശത്തിന്റെ ഏറ്റവും പുതിയതും ഭയാനകവുമായ ഒരു മുഖമാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. തമിഴ്നാട്ടിൽ ഇപ്പോൾ വിറ്റഴിക്കപ്പെടുന്ന 400 പേജുള്ള ഈ പുസ്തകത്തിലെ വാദങ്ങൾ കേട്ടാൽ ആരും മൂക്കത്ത് വിരൽ വെച്ചു പോകും. സെന്റ് തോമസ് യേശുവിനെ ഇന്ത്യയിൽ എത്തിച്ചുവെന്നും തമിഴർ അദ്ദേഹത്തെ ഇന്ത്യൻ രൂപത്തിലാക്കിയതാണ് മുരുകൻ എന്നുമാണ് ഇവർ തട്ടിവിടുന്നത്. ഹൈന്ദവ വിശ്വാസപ്രകാരം മുരുകന്റെ പത്നിമാരായ ദേവസേനയെ ജൂത ക്രിസ്ത്യാനികളായും വള്ളിയെ മതം മാറാൻ തയ്യാറായി നിൽക്കുന്നവരുമായിട്ടാണ് ഈ പുസ്തകത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതിലും വലിയ വെട്ടിത്തം മറ്റൊന്നാണ്. മുരുകന്റെ 12 കൈകൾ യേശുവിന്റെ 12 അപ്പോസ്തലന്മാരാണ് അത്രേ സൂചിപ്പിക്കുന്നത്. അത് മാത്രമല്ല, മുരുക ഭക്തർ വ്രതശുദ്ധിയോടെ എടുക്കുന്ന കാവടിയെ യേശു കുരിശേന്തിയതിന്റെ പ്രതീകമാക്കാനും ഈ പുസ്തകം നാണം കെട്ട ശ്രമം നടത്തുന്നുണ്ട്. സത്യത്തിൽ എന്താണ് മുരുകൻ എന്ന സങ്കല്പം? ഋഗ്വേദത്തിൽ നദികളുടെ മാതാക്കളുമായി ബന്ധപ്പെട്ട അഗ്നികുമാരനായും ഹാരപ്പൻ സംസ്കാരത്തിൽ 6 നക്ഷത്രങ്ങളുടെ പ്രതീകമായും മഹാഭാരതത്തിൽ കാർത്തിക നക്ഷത്രങ്ങളാൽ വളർത്തപ്പെട്ടവനായും വിശേഷിപ്പിക്കപ്പെടുന്ന അതിപ്രാചീനമായ ദൈവസങ്കല്പമാണ് കാർത്തികേയൻ അഥവാ സുബ്രഹ്മണ്യൻ. യേശുക്രിസ്തുവിനും മുൻപുള്ള പ്രാചീന തമിഴ് സംഘകാല കൃതിയായ തിരുമുരുകാറ്റുപടയിൽ 6 മുഖങ്ങളുള്ള മുരുകനെ കുറിച്ച് വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രവും പാരമ്പര്യവുമുള്ള ഈ ഹൈന്ദവ സ്വത്വത്തെയാണ് യാതൊരു തെളിവുമില്ലാതെ മിഷണറിമാർ ഇപ്പോൾ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നത്. ഇതിനു മുൻപ് ശിവനും പാർവതിയും മുരുകനും ചേർന്നുള്ള സോമസ്കന്ധ പ്രതിഷ്ഠയെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന ക്രിസ്ത്യൻ ട്രിനിറ്റിയായി വിളിച്ചവരും തമിഴ് സന്യാസി തിരുവള്ളുവർക്ക് ക്രിസ്ത്യൻ വേരുകളുണ്ടെന്ന് വാദിച്ചവരും ഈ നാട്ടിലുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. വിദേശ ഫണ്ട് സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന ചില NGOകളുടെ സഹായത്തോടെ ദ്രാവിഡ പാർട്ടികളും ഇടതുപക്ഷവും കോൺഗ്രസും കാലങ്ങളായി തമിഴ്നാട്ടിൽ നടപ്പിലാക്കുന്ന മതപരിവർത്തന അജണ്ടയുടെ ഭാഗം കൂടിയാണത്. കുറച്ച് നാളുകൾ മുൻപ് മുൻ തമിഴ്നാട് മുഖ്യമന്ത്രിയായ സ്റ്റാലിന്റെ മകനും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ ഉദയനിധി സനാതന ധർമ്മം ഒരു വൈറസ് ആണെന്നും അതിനെ തുടച്ചു നീക്കണമെന്നും ഒക്കെ പറഞ്ഞ് ദേശവ്യാപകമായി വലിയ വിവാദങ്ങൾക്ക് തീ കൊളുത്തിയിരുന്ന സംഭവങ്ങൾ നമുക്കറിയാം. വിദേശ ഫണ്ടിംഗ് കർശനമായി നിയന്ത്രിക്കുന്ന FCRA നിയമങ്ങളെ ഈ രാഷ്ട്രീയക്കാർ എന്തിനാണ് ഇത്രയധികം എതിർക്കുന്നത് എന്നതിന്റെ ഉത്തരം കൂടിയാണ് ഇത്തരം പുസ്തകങ്ങൾ. ഹൈന്ദവ ആചാരങ്ങളായ രഥോത്സവവും കാവടിയും വിളക്ക് വെക്കലും കാവി വസ്ത്രം ധരിച്ചുള്ള പദയാത്രകളും അതേപടി കോപ്പിയടിച്ച് സാധാരണക്കാരെ കബളിപ്പിച്ച് മതം മാറ്റുന്ന തന്ത്രമാണ് ഇവർ പയറ്റുന്നത്. ഹിന്ദു ആചാരങ്ങളോട് ഇത്രയധികം താല്പര്യമുണ്ടെങ്കിൽ ഇവർ സനാതന ധർമ്മത്തിലേക്ക് കർവാപ്പസ് നടത്തുകയാണ് വേണ്ടതെന്ന് അതിശക്തമായ മറുപടിയാണ് ഇപ്പോൾ ഹിന്ദു സമൂഹം സോഷ്യൽ മീഡിയയിലൂടെ നൽകുന്നത്. ഹിന്ദുക്കളുടെ സഹിഷ്ണുതയെ ദൗർബല്യമായി കണ്ട് അവരുടെ ദൈവങ്ങളെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന ഇത്തരം അജണ്ടകളെ വേരോടെ പിഴുതെറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഒരു പുസ്തകം അടിച്ചിറക്കിയാൽ ഇല്ലാതാകുന്നതല്ല ആയിരക്കണക്കിന് വർഷത്തെ സനാതന ധർമ്മത്തിന്റെ അടിത്തറ എന്ന് ഈ വ്യാജ ചരിത്രകാരന്മാർ ഇനിയെങ്കിലും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. തങ്ങളുടെ വിശ്വാസങ്ങളെ അടിച്ചു മാറ്റാൻ അനുവദിക്കില്ല എന്ന ഉറച്ച പ്രഖ്യാപനം കൂടിയാണ് ഈ വിവാദങ്ങളിലൂടെ ഹിന്ദു സമൂഹം നൽകുന്നത്. ന്യൂസ് ഡെസ്ക്.